നമസ്കാരം. നാളെ 8 മണി മുതൽ കേരളം, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ വിധിയെഴുത്തിന്റെ പൂർണ്ണത വരികയാണ്. വോട്ടെണ്ണൽ 8 മണിയോടുകൂടി ആരംഭിക്കും. 11 മണിയോടുകൂടി ഏകദേശം ഫലങ്ങൾ ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. അതത് സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഭാരതം മുഴുവൻ ഉറ്റുനോക്കുന്ന വിധിയെഴുത്ത്. ഭാരതം ഭരിക്കുന്ന NDA സംബന്ധിച്ച്, BJP സംബന്ധിച്ച് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ഫലമാണ് നാളെ വരുന്നത്. പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും NDAക്ക് കൂടുതൽ ശക്തി കിട്ടുന്നതിന് പശ്ചിമ ബംഗാളിലെ വിജയം, തമിഴ്നാട്ടിലെ വിജയം ഒക്കെ NDAക്ക് അത്യാവശ്യ ഘടകങ്ങളാണ്. അസമിനെ സംബന്ധിച്ച് NDA പരിപൂർണ വിജയത്തിലെത്തും എന്നുറപ്പായി. പുതുച്ചേരിയും ഏകദേശം അതുപോലെ തന്നെ. ലോകസഭയിലും രാജ്യസഭയിലും NDAയുടെ ശക്തരായ എതിരാളികളാണ് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിനും ബംഗാളിൽ നിന്ന് തൃണമൂൽ മമതയും. ഇവരുടെ രണ്ടുപേരുടെയും തോൽവി ആഗ്രഹിക്കുന്ന NDA സംബന്ധിച്ചിടത്തോളം നാളെ നിർണായകം. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിൽ 100% BJP വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ മമതയുടെ സമ്പൂർണ്ണ പതനം എന്ന് തന്നെയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ ഒരു വാചകം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ്: കേരളമൊക്കെ ഞങ്ങൾക്ക് രണ്ടാമത്തെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ, പരിഗണന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇത്തവണ മത്സരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്, മമതയോടാണ്. തീർച്ചയായും ആ വാചകങ്ങളിൽ നിന്ന് പശ്ചിമ ബംഗാൾ BJP സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇക്കഴിഞ്ഞ മണ്ഡല പുനർനിർണയ ബില്ലിലും വനിതാ സംവരണ ബില്ലിലും മമത ഉയർത്തിയ കോലാഹലങ്ങളും എതിർപ്പുകളും നമ്മൾ കണ്ടതാണ്. കൂടെ DMK. അത് തന്നെയാണ് ഈ ബില്ല് പരാജയപ്പെടുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഇങ്ങ് തെക്കേയറ്റം കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ BJPക്ക് ശക്തി തെളിയിക്കേണ്ട സ്ഥലമാണ്. ഇത്തവണ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തമാകുന്ന ഘടകമാകും. ഏകദേശം 30 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഒരുക്കിയിരിക്കുകയാണ് BJP. ഏറ്റവും കുറഞ്ഞത് 5 സീറ്റുകളെങ്കിലും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 11 സീറ്റ് വരെ BJPക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് BJP ക്യാമ്പുകളിൽ നിറച്ച ആവേശം ചെറുതൊന്നുമല്ല. എന്നാൽ നാളെ ഫലം വരുമ്പോൾ കേരളത്തിൽ ആര് വിജയിക്കും? 60 സീറ്റ് വരെയാണ് LDFനെ സംബന്ധിച്ച്, ഇപ്പോൾ ഭരണമുന്നണിയായ LDFനെ സംബന്ധിച്ച് എല്ലാ എക്സിറ്റ് പോളുകളും പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 80 വരെയാണ് LDFന് സീറ്റുകളായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞിരുന്നത്. അത് 99 വരെ എത്തിയത് കൊണ്ട് തന്നെ ഇത്തവണ 60 എന്നുള്ളത് 70 കടന്നുപോകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF കേന്ദ്രങ്ങൾ. ആ രീതിയിൽ തന്നെയാണ് അവരുടെ ചർച്ചകൾ. LDFനെ സംബന്ധിച്ച് ഇത്തവണ കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത ഒരു കക്ഷിയായി CPM മാറും. അതോടുകൂടി CPMന്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ നശിക്കുകയാകും ഫലം. പശ്ചിമ ബംഗാളിൽ ഇപ്പോഴും സംപൂജ്യരാകും എന്നുള്ള നിലയിൽ തന്നെയാണ് CPMന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണം പിടിക്കേണ്ടത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. UDFനെ സംബന്ധിച്ചാണെങ്കിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്നതാണ്. ഇത്തവണയെങ്കിലും ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF എന്ന സംവിധാനം തന്നെ ശിഥിലമാകും. ഘടകകക്ഷികൾ ഈ UDF എന്ന സംവിധാനം വിട്ട് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒഴുക്ക് ഒരുപക്ഷെ BJPയിലോട്ടായാലും സംശയിക്കാനൊന്നുമില്ല, അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തവണ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ UDF അപ്രസക്തമാകും. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്ന BJPയുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണത്തെ ഇലക്ഷൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. 25 ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് നാളെ വോട്ടെണ്ണൽ നടക്കുന്നത്. 10 വർഷത്തിന് ശേഷം കേരളം മാറി ചിന്തിച്ചു എന്ന് തന്നെ UDF കരുതുമ്പോൾ മാറ്റമൊന്നുമില്ലാതെ 3ാം ഭരണം ഉറപ്പാണ് എന്ന് LDF വിശ്വസിക്കുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും വൻ വിജയം UDFനെ കുറച്ചൊന്നുമല്ല ആവേശഭരിതരാക്കി നിർത്തിയിരിക്കുന്നത്. ഒപ്പം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇടതുവിരുദ്ധ തരംഗത്തിൽ തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. കൃത്യമായ ഇടതുവിരുദ്ധ തരംഗമുണ്ടായാൽ, ഭരണവിരുദ്ധ തരംഗമുണ്ടായാൽ
100 സീറ്റ് വരെ UDF പ്രതീക്ഷിക്കുന്നുണ്ട്. 61 സീറ്റുകളിൽ വിജയം ഉറപ്പും 15ഓളം സീറ്റുകളിൽ മേൽക്കൈയുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന LDFനെ സംബന്ധിച്ച് ഭരണം അവരും ഉറപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, കാസർഗോഡ്, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ തീർച്ചയായും മേൽക്കൈ ഉണ്ടാകുമെന്നും അത് തങ്ങളെ ഭരണത്തിലേക്ക് എത്തിക്കും എന്ന് തന്നെ LDF വിശ്വസിക്കുന്നു. നേമം, കഴക്കൂട്ടം, പാലക്കാട്, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, മഞ്ചേശ്വരം, കാസർഗോഡ്, തൃശൂർ മണ്ഡലങ്ങളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് BJPയും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഒരുങ്ങുന്നു. ഒപ്പം തന്നെ 30ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഇലക്ഷൻ LDFനെയും UDFനെയും NDAയും സംബന്ധിച്ച് തങ്ങളുടെ നിലനിൽപ്പിന്റെ ബേസാണ്, ആധാരമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടിംഗ് ശതമാനം BJPക്ക് കുറഞ്ഞതാണ്. എന്നാൽ ഇത്തവണ നിയമസഭയിലേക്ക് 15-16% വോട്ട് വിഹിതമെങ്കിലും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ BJPക്ക് വോട്ട് വിഹിതം കൂടിയാൽ അത് ഏത് മുന്നണിയെ ബാധിക്കും, അത് LDFനെയാണോ UDFനെയാണോ എന്നതനുസരിച്ചിരിക്കും ഭരണം ആർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം. UDFൽ നിന്നും LDFൽ നിന്നും BJPയിലേക്ക് ഒരു വോട്ടൊഴുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് NDA നേതൃത്വം. ആ രീതിയിലാണ് ഇത്തവണ പ്രചരണങ്ങൾ അവർ കണക്കുകൂട്ടിയതും നടപ്പിലാക്കിയതും. എന്തായാലും ഇന്നൊരു രാത്രി കൂടി കാത്തിരിക്കാം. കേരളം ആര് ഭരിക്കും, ആർക്കാണ് വിധി നിർണായക ദിവസം, ആര് കരുത്ത് തെളിയിക്കും, അടുത്ത മുഖ്യമന്ത്രി ആരാണ്, കേരളം എങ്ങോട്ട്, നമുക്ക് കാത്തിരിക്കാം. ഒരു രാത്രി കൂടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.